ഇനി നമുക്കറിയാനുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് കൊലപാതകം നടത്തിയത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ്. തീർച്ചയായും മനു, അത് തന്നെയാണ്. എന്തിനാണ് ഈ ക്രൂരമായ ഒരു കൊലപാതകം, അതും 2 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയെ എന്തിനാണ് കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരണം. അതിൻ്റെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഈ ഉത്തരം നൽകേണ്ടത് പോലീസാണ്. ഔദ്യോഗികമായി തന്നെ പോലീസ് അത് നൽകും, അല്പസമയത്തിനകം നൽകും എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഈ സംഭവം അന്വേഷിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് ഈ ഒരു സംഭവത്തിൻ്റെ ചുരുളഴിക്കാൻ, ദുരൂഹത നീക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിലെ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം. പുലർച്ചെ കുട്ടിയെ കാണാതാകുന്നുള്ള വിവരം ലഭിക്കുന്നു. ആ വിവരത്തെ തുടർന്ന് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നു. പിന്നീട് തുടർന്ന് നടത്തിയ അന്വേഷണം മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടാകുന്നു. ഈ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസിന്റെ കൃത്യമായ അന്വേഷണം നടക്കുന്നു. അങ്ങനെ അവസാന ഘട്ടത്തിൽ ഇതിപ്പോൾ കുട്ടിയുടെ അമ്മാവൻ തന്നെ ഈ ഒരു സംഭവം, കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഈ ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും മൊഴി രേഖപ്പെടുന്ന സമയത്ത് കുട്ടിയുടെ അമ്മാവൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, പോലീസിനോട് തീർത്തും ഒരു അനുകൂല സമീപനം ഈ അമ്മാവന്റെ ഭാഗത്ത് വേണമെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ ഇയാൾ പോലീസിനോട് പറഞ്ഞതായിട്ട് നമുക്ക് ആദ്യഘട്ടങ്ങളിൽ വിവരം വരുന്നുണ്ടായിരുന്നു, അല്ലേ? അതെ, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് മനു. നിങ്ങൾ തന്നെ കണ്ടെത്തൂ, വേണമെങ്കിൽ നിങ്ങൾ തന്നെ കണ്ടെത്തൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഈ ഒരു അമ്മാവൻ ഈ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ പോലീസ് തന്നെ ഈ ഒരു സംഭവം കണ്ടെത്തുന്നു. ഹരികുമാർ തന്നെ, പ്രതി തന്നെ ഈ ഒരു കുറ്റം സമ്മതിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഒരു നാടിനെ ഞെട്ടിച്ചൊരു സംഭവമാണ്. അതിരാവിലെ നാടിനെ ഞെട്ടിച്ചൊരു സംഭവമാണ് ഈ 2 വയസ്സുകാരിയുടെ കൊലപാതകം എന്ന് പറയുന്നത്. അതിൽ മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് ഇതിൻ്റെ ചുരുളഴിക്കുന്നു, ഇതിൻ്റെ ദുരൂഹതകളൊക്കെ തന്നെയും നീക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ കേസിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ആദ്യഘട്ടത്തിൽ കുട്ടിയുടെ അമ്മയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് പോലീസ് നടത്തിയതെങ്കിൽ പിന്നീട് അത് ഈ അമ്മാവനിലേക്ക് ഈ ഒരു അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ ഹരികുമാർ എന്ന് പറയുന്നത്, ഈ ഹരികുമാറും കുട്ടിയുടെ അമ്മ ശ്രീതു, അതിനൊപ്പം തന്നെ ഇവരുടെ മാതാവ്, ഇവർ വാടക വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ഈ വാടക വീടിന്റെ കിണറ്റിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ ശ്രീതുവിനും ശ്രീജിത്തിനും ഒരു ഈ മരിച്ചുപോയൊരു കുട്ടിയെ കൂടാതെ ഒരു കുട്ടിയും കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിൽ ഇവർ 4 പേരും, അതായത് ശ്രീതു, ശ്രീജിത്ത്, ഈ മരിച്ച കുട്ടി, അതിനൊപ്പം തന്നെ ഈ കുട്ടിയുടെ സഹോദരി, ഇവർ 4 പേരുമാണ് ഒരു മുറിയിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം. ഇന്നലെ ഒരു മുറിയിൽ കിടന്നുറങ്ങിയത്. അതിനുശേഷം ഈ 5 മണിയോടെയാണ് അമ്മാവൻ്റെ മുറിയിൽ തീപിടുത്തം ഉണ്ടാകുന്നത്. അത് ഒരു കൃത്രിമ തീപിടുത്തമാണോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ എന്നുള്ളൊരു സംശയം ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതൊരു കരുതിക്കൂട്ടിയുള്ള ഒരു തീപിടുത്തമാണ്. ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ മുൻപിലേക്ക് തെളിഞ്ഞു വരുന്നുണ്ട് സുലേഖ. ഈ വാർത്ത എടുക്കുകയാണെങ്കിൽ, ഈ സംഭവം എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഇവിടെ കഴിഞ്ഞ ദിവസം 30 ലക്ഷം രൂപ കാണാതായി എന്ന് പറഞ്ഞ് പരാതി കൊടുക്കുന്നു. വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട് എന്നൊക്കെ നാട്ടുകാരോടൊക്കെ പറയുന്നു. എന്താണ് അവർ ഉദ്ദേശിച്ചത്? ഒരുപക്ഷെ സാമ്പത്തിക ബാധ്യതയുടെ പുറത്ത് ഒരു കൂട്ട ആത്മഹത്യയുടെ സാഹചര്യമായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് എന്നൊരു പൊതുബോധം സൃഷ്ടിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു അവർ ഈ പരാതികളിലൂടെയും ഇത്തരത്തിലുള്ള പ്രചരണത്തിലൂടെയും ഒക്കെ നടത്തിയത്. അതിനുശേഷം ഈ കുട്ടിയെ കൊല ചെയ്യുന്ന രീതിയിലേക്ക് അവർ ആസൂത്രണം വെൽ പ്ലാൻഡ് ആയിട്ട് നടപ്പിലാക്കുകയും ചെയ്തു. അങ്ങനെയാണോ സംശയിക്കേണ്ടത്? തീർച്ചയായും മനു, അത്തരത്തിൽ തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചകൾക്ക് മുൻപാണ് ഇത്തരത്തിൽ 30 ലക്ഷം കാണാനില്ല എന്നുള്ളൊരു പരാതി ഈ കുട്ടിയുടെ അമ്മ പോലീസിൽ പരാതി നൽകുന്നത്. പക്ഷേ ആ പരാതി ഒരിക്കലും എഴുതി നൽകിയതല്ല, അത്തരത്തിൽ ഈ വാക്കാൽ നൽകിയ പരാതിയാണ് ഈ കുട്ടിയുടെ അമ്മയുടേത് എന്ന് പറയുന്നത്. അതിൽ എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ളതിൽ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇത്തരത്തിൽ ഇന്ന് ഇപ്പോൾ ഈ കുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. ഈ മരിച്ച നിലയിൽ കണ്ടെത്തുന്ന സമയത്ത് തന്നെ ആദ്യഘട്ടത്തിൽ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഈ കുട്ടിയുടെ അമ്മയാണ് പോലീസിനെയും നാട്ടുകാരെയും ഒക്കെ തന്നെയും വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഈ പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിലൊക്കെ തന്നെയാണ് കുട്ടിയെ കിണറ്റിൽ നിന്നും മറ്റും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ കുട്ടിയുടെ അമ്മയാണ് ഇത്തരത്തിൽ പോലീസിനെയും നാട്ടുകാരെയും വിവരം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ സുലേഖ, ഒരു നിമിഷം, ഞാൻ സുലേഖയിലേക്ക് ഇപ്പോൾ തന്നെ തിരികെ എത്താം.